ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇതാ ഇറച്ചിയടയാണ്. ഇറച്ചിയട, ഇറച്ചിപ്പത്തിരി അങ്ങനെയെല്ലാം പറയാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കാം. ബീഫ് കൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഇറച്ചിയട ഉണ്ടാക്കുന്നത്. നമുക്ക് ചിക്കൻ കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗറും ചേർത്തിട്ട് നന്നായി മിക്സാക്കി നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 3 ടീസ്പൂണോളം വിനീഗറാണ് ഒഴിച്ചത്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വിനീഗർ ഒഴിച്ചാലുണ്ടല്ലോ ഇറച്ചിയെല്ലാം ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ മസാലയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഒരിക്കലും തക്കാളി ഒന്നും ചേർക്കാൻ പാടില്ല. ആ തക്കാളിക്ക് പകരമായിട്ടാണ് ഞാൻ വിനീഗർ കൂടി യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾക്കിത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ഈ ഒരു ബീഫ് കുറച്ച് ഹാർഡാണ്, അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒഴിച്ചത്. നിങ്ങൾ പെട്ടെന്ന് വേവുന്നതാണെങ്കിൽ അത് ഒഴിക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ 1 കിലോ സവാള എടുത്തിട്ടുണ്ട്. നമ്മൾ ഇറച്ചി 1/2 കിലോ ആണ്. 1/2 കിലോ ഇറച്ചിക്ക് 1 കിലോ സവാളയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ പകുതി മാത്രമാണ് യൂസ് ആക്കുന്നത്. 1/2 കിലോ ഫുള്ളായിട്ട് എടുക്കുന്നില്ല കേട്ടോ ബീഫ്. പിന്നെ നമ്മൾക്ക് ആവശ്യം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മസാല ഉണ്ടാക്കുന്നത് ഇതാ വെളിച്ചെണ്ണയിലാണ് കേട്ടോ. ഒരു 4-5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ബീഫിൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യണം കേട്ടോ. അതാണ് ടേസ്റ്റ്. സൺഫ്ലവർ ഓയിലിനേക്കാളും നമുക്ക് വെളിച്ചെണ്ണയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് എൻ്റെ കിച്ചണിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പഴയ വ്യൂവേഴ്സിനെല്ലാം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഞാൻ കുറച്ച് ചെടിയെല്ലാം നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് കറിവേപ്പില, വലിയ ചെടികളെന്ന് പറഞ്ഞാൽ അങ്ങനത്തതാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്, നമുക്ക് കിച്ചണിലേക്ക് ഉപകാരപ്പെട്ടതൊക്കെ. അപ്പോൾ കറിവേപ്പിലിൻ്റെ 2 ചെടി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മിൻറ്റും കറ്റാർവാഴയും ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു കറിവേപ്പില 2ഉം പോയി ഗൈസ്. അതിൻ്റെ വിഷമം ഭയങ്കരമുണ്ട്. ഞാൻ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോയത് എന്നുള്ളതിൻ്റെ റീസണും ഞാൻ പറയാട്ടെ. അപ്പോൾ കറിവേപ്പില ഞാൻ കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഇത്രയും നല്ല ഉഷാറായിട്ടുണ്ടായ ഒരു കറിവേപ്പില പെട്ടെന്നൊരു ദിവസം എല്ലാം പോയി. അതെന്തുകൊണ്ടെന്ന് വെച്ചാലല്ലേ, കറിവേപ്പിലൊക്കെ കഞ്ഞിവെള്ളം ഒഴിക്കുന്നത് നല്ലതെന്ന് എല്ലാവരും പറയുന്ന കേട്ടിട്ട് അങ്ങനെ ഒഴിച്ചതാണ്. അപ്പോൾ നല്ല ലൈറ്റാക്കിയിട്ട് തന്നെയാണ് ഒഴിച്ചത്. എന്നിട്ടും നമ്മൾ ആ ഒരു വേരെല്ലാം ചീഞ്ഞ് ആകെ പോയി എന്ത് പറയാം അപ്പോൾ അതങ്ങനെ പോയി. ഇനിയിപ്പോൾ നമ്മൾക്ക് വീണ്ടും ഒന്ന് നട്ട് നോക്കണം. അപ്പോൾ ഇതാ നമ്മൾ സവാള എല്ലാം നമ്മൾ ചോപ്പറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി പൊടിച്ച് വെച്ച ഈ ഒരു സവാള ഇതാ നമ്മൾ പച്ചമുളക് ഇഞ്ചിയിലോട്ടിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ എടുത്തില്ല, പകുതി മാത്രം. 1/2 കിലോ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ 1/4 കിലോ ബീഫാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാനിതാ പഫിലേക്കുള്ള മസാല ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതന്നെ. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ സവാളയെല്ലാം നല്ലോണം വഴന്ന് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ മൈദ എടുത്തത് 1.5 കപ്പ് മൈദയാണ് എടുത്തത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചത്. ഓയിൽ ആവശ്യമൊന്നും നിർബന്ധമില്ല, ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തി മാവ് പോലെ നല്ലൊരു ടൈറ്റായിട്ടുള്ള മാവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകളിലോട്ടും കുറച്ചൊന്ന് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് ഇത് കുറച്ച് സമയം അടച്ചു വെക്കാം. നമ്മൾ മസാല ആകുന്ന അത്രയും സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ സവാളയുടെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇന്നെന്താണെന്നറിയില്ല ഒരു ക്ഷീണം തോന്നി. അപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചു എന്നാൽ നിങ്ങൾക്കും കാണിക്കാം. റുമാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. റുമാൻ ഈ ഒരു രീതിയിലാണ് എനിക്കിഷ്ടം. പാലൊഴിച്ചിട്ട് പാലും പഞ്ചസാരയും ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചൊഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഭയങ്കര പുളിയായതുകൊണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കുടിച്ചില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ. അപ്പോൾ അതും കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ബീഫെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പകുതി 1/4 കിലോ മാത്രമാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ സവാളേൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. ഇതില്ലെങ്കിൽ നമുക്ക് ബീഫ് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി മിക്സായ സമയത്ത് നമ്മൾ ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ കുറച്ച് പെപ്പറും കൂടി കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഇടുന്നത് നല്ലതായിരിക്കും. പിന്നെ ലാസ്റ്റായിട്ട് ഇതിലോട്ട് ക്യാരറ്റാണ്. ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മിക്സായ ശേഷം നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് കൂടുതൽ തന്നെ ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ അത് കൂടുതൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. ഇനിയുണ്ടല്ലോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കമൻറ്റ് വന്നതാണ്. സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല, ചെറിയ ചെറിയ ഭാഗം മാത്രമായിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് ഏത് റെസിപ്പി വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ബ്രസ്റ്റ് പീസ് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അതിൽ മസാലയൊക്കെ ഇട്ട് ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ ഒരു ചിക്കന് നമുക്ക് ഷവർമയ്ക്ക് ഉപയോഗിക്കാം. പിന്നെ എന്തെങ്കിലും മസാല വേണമെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഒരു റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ മാവെല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വെക്കാം. അപ്പോൾ പരത്തുന്ന സമയത്ത് കുറച്ച് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. നല്ല തിന്നാക്കി തന്നെ പരത്തണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലോണം ഹാർഡായിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ മസാല വെച്ച് കൊടുക്കാം. മസാല ഞാൻ 2 സൈഡായിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. ഇത് 2 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ രീതിയിലാക്കിയാൽ. പിന്നെ നിങ്ങളുടെ കയ്യിൽ മോൾഡ് ഉണ്ടെങ്കിൽ ആ ഒരു മോൾഡ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈ കൊണ്ട് നടുഭാഗത്തും കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് കത്തി വെച്ചിട്ട് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി സൈഡിലുള്ള എക്സ്ട്രാ ഭാഗമെല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്ത് ഒരു ഷേപ്പാക്കി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ മോൾഡ് ഉണ്ടെങ്കിൽ ആ ഒരു മോൾഡ് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് മോൾഡിൻ്റെ അത്രയും ഒരു ഷേപ്പിൽ അത്രയും ഒരു സൈസിൽ കിട്ടുള്ളൂ. നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ കുറച്ചും കൂടെ വലിയ സൈസായിട്ട് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ പരത്തിയിട്ട് ഇങ്ങനെ ചെയ്തത്. മോൾഡ് ഉണ്ട്, പക്ഷെ ചെറിയ മോൾഡാണ്. ഇനി സൈഡെല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മസാലയെല്ലാം പുറത്തോട്ട് പോകും. അപ്പോൾ അതിനായിട്ട് നല്ലത് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നതാണ്. ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ആ ഒരു ഭാഗമെല്ലാം തുറന്ന് അതിൽ മസാല എല്ലാം എണ്ണയിലേക്കാവും. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാം റെഡിയാക്കിയ ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പൊരിക്കുന്നത് ഈ ഒരു സ്നാക്കാണ്. ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. ഞാൻ എൻ്റെ സ്ക്രീനിൽ ഇടാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു അടയും കൂടി പൊരിച്ചെടുക്കുക, ഇറച്ചിയട. അപ്പോൾ ഇറച്ചിയടക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരുപാട് ക്രിസ്പി വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. പിന്നെ ഞാൻ ഈ ഒരു ബലൂൺ അടയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് ഓർഡർ ഉണ്ടായിരുന്നത് ഷവർമയാണ് കേട്ടോ. ഷവർമയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് കണ്ടോക്ക്. മയോനൈസ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ മയോനൈസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ടേസ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സെയിൽ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരുപാട് വീഡിയോസ് ഉണ്ട്. റെസിപ്പി ആയാലും ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്. എങ്ങനെ പാക്ക് ചെയ്യേണ്ടതും എല്ലാ ടിപ്സും ഞാൻ പറയുന്നുണ്ട്. ഓരോ വീഡിയോയിലും അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.